ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിത് 16ാമത്തെ നോമ്പാണ്. വീഡിയോ നാളെ രാവിലെ കാര്യം വരവ് അല്ലേ? അപ്പൊ 16ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. അപ്പൊ നോമ്പിനുള്ള ഇന്നിപ്പോ നോമ്പിന്റെ വിശേഷങ്ങൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് വിശേഷമുണ്ട്. ഒരു ഭയങ്കര ഒരു വിശേഷം എന്ന് പറഞ്ഞാല് എന്താ വെച്ചാ മോനുവിന് ഇതേപോലെ പരീക്ഷയിൽ മാർക്ക് നിങ്ങൾ കണ്ടതല്ലേ? അപ്പൊ ഓന് ഗിഫ്റ്റ് പറഞ്ഞതും നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ കുഴപ്പമില്ല. ആളിപ്പോ എന്താ വെച്ചാല് അപ്പൊ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം, പാവാണ്. ഗിഫ്റ്റ് കൊടുക്കുമ്പോ നമ്മള് പോലും ആഗ്രഹിക്കണ മുതലാവുമ്പോ അത് വേറെ രസം. മുതലുള്ള ഒരു സ്വപ്നമാണ് ഞങ്ങൾക്ക്. അവർക്ക് വലിയ പൈസ കൊടുത്ത് സൈക്കിൾ വാങ്ങി കൊടുക്കാനൊന്നും കഴിയൂല, ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയൂല. പഠിച്ചോ ആവതാക്കട്ടെ, നല്ലതൊക്കെ വാങ്ങി കൊടുക്കാനും എല്ലാവർക്കും. ഇത് കാണുന്ന കുറെ മക്കളും ഉണ്ടാവും, അവർക്കും സൈക്കിൾ കാണുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും. സത്യത്തിൽ നമ്മൾ ഇന്നേ വരെ വലിയ ഗിഫ്റ്റ് ഞങ്ങള് കുട്ടികൾക്ക് വാങ്ങി കൊടുത്തു. പക്ഷെ അതിനൊന്നും സാമ്പത്തികം ഞങ്ങള് അങ്ങനത്തെ അവസരങ്ങൾ സാധിച്ചിട്ടില്ല. ഞങ്ങള് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ഇതുപോലെ വലിയ വലിയ ഇതിനൊന്നും സാധിച്ചിട്ടില്ല. സാരമില്ല. ആഗ്രഹിക്കുന്നതാണ് നാളെ സൈക്കിള് വാങ്ങണമെന്നുണ്ട്. അപ്പൊ അത് എന്താണ് പൈസ റൊക്കം പുതിയത് വാങ്ങണമെന്നുണ്ടെങ്കിൽ പോയി നോക്കുമ്പോ 8000 രൂപ, 7500, 8000 സൈക്കിളിന്റെ വില. സെക്കൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിലും അതിനും 4000, പിന്നെ കുറഞ്ഞ 2000, അങ്ങനെ വലിയ റേറ്റും കാര്യം. അപ്പൊ നമ്മളെ പോലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഓന്റെ ആഗ്രഹം കൊണ്ടോ എന്താന്നറിയില്ല, ആക്രിക്കടയിൽ ഏതോ ഒരു പൈസക്കാരൻ നല്ലൊരു സൈക്കിൾ ഉപേക്ഷിച്ചു നമ്മളെ നാട്ടിൽ തന്നെ കുറുകത്താണില്. അപ്പൊ അത് ഓന്റെ ആഗ്രഹം കൊണ്ട് പഠിച്ചോടെ കൊടുന്നിടിച്ച അടിപൊളി സൈക്കിൾ കിട്ടിയെന്ന് വെച്ചാല് വെറും 480 രൂപക്ക് കിട്ടിയ അടിപൊളി സൈക്കിളാണ്. അപ്പൊ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതായത് അപ്പൊ ഓന് നോമ്പ് നോറ്റി ക്ഷീണിച്ച നല്ല ഉറക്കാണ്. അപ്പോൾ ഇതൊരു ഇത്ര നേരം വിളിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് വിളിച്ചിട്ട് ഇവന് വിളിച്ച് നിസ്കരിച്ചാലും വേണ്ടി വിളിച്ചണം. എന്നിട്ട് ഒരു മുഖമൊക്കെ റെഡി ആയതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ ഞങ്ങൾ ആ സൈക്കിള് ഞാനും കുട്ടിമോനൊക്കെ പോയി നോക്കിന്ന് കുറച്ച് ദിവസമായിക്കണ് വിലയൊക്കെ ചോദിച്ച്. പക്ഷെ അന്ന് ഇതേപോലെ വാങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷെ കുട്ടിമോൻ നോക്കിയിട്ട് പറഞ്ഞ നല്ല സൈക്കിളാണ്, ഇത് ആരെങ്കിലും കൊണ്ടുപോകും ഈ വിലക്ക്, പിന്നെ നമുക്ക് കിട്ടൂല എത്ര നല്ല സൈക്കിള്. അതെ പറഞ്ഞ് പിന്നെ നമ്മൾ കുറെ ദിവസം അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഒരു ദിവസം പോയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല, ആ കടന്റെ ഉടമ അവിടെ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ മാത്രമല്ല അവിടെ വാങ്ങിയത് കുറച്ച് റിപ്പയറിംഗ് ഉണ്ട് ചെയ്യാനതിന് മുമ്പിൽ കടലുള്ള ആൾ നോമ്പിന് തുറക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ മന്ദഗതി കിടക്കായിരുന്നു. പക്ഷെ ഈ കുട്ടി ഡെയിലി സൈക്കിളിന്റെ ഒരു ഇതിന്റെ ഒരു കുട്ടിയുടെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ വീട്ടിൽ വരും സൈക്കിളും കൊണ്ട്. അതൊക്കെ കാണുമ്പോൾ കുട്ടിയുടെ ഒരു മനസ്സിന്റെ വേദന. സൈക്കിൾ ഓരോ കുട്ടികളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാം, ഓനിതാ ആ സൈക്കിൾ വാങ്ങിക്കണല്ലോ, എന്നിട്ട് അമ്മ ഓന്റെ പഴയ സൈക്കിൾ എനിക്ക് തരാന്ന് പറഞ്ഞമ്മ. എന്നിട്ട് അപ്പൊ എന്താണ് അതിന് എത്ര രൂപ? അതിന് നല്ല പൈസ വേണം. അമ്മക്ക് പറ്റൂലടാ, അമ്മയുടെ കുട്ടിക്ക് വേണ്ട, നമുക്ക് പിന്നെ വാങ്ങട്ടാന്നറിയാം. ഞാൻ അതില് പറഞ്ഞു കൊടുക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ലട്ടാ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അത്ര വലിയൊരു സൈക്കിൾ വലിയ സംഭവം ഒന്നല്ല. പക്ഷെ നമ്മുടെ കുറെ ഈ ലോണ് കാര്യം, ബാങ്കിൽ അടവ്, അത് നമ്മുടെ ചെലവ്, ഹോസ്പിറ്റൽ, ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് വരാത്തോണ്ട് പറ്റിയില്ല. പിന്നെ അപ്പൊ ഏതായാലും ഇപ്പൊ ഇന്ന് നേരം വെളുത്തി ഇറങ്ങി കുറച്ച് കഷ്ടപ്പെട്ട് നന്നാക്കി എടുക്കാനും. വേറൊരു സംഭവം എന്താ അറിയങ്ങളെ, ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത സംഭവം എന്താ അറിയാം. അവന്റെ കൂട്ടുകാരന്മാർ സൈക്കിളെ കൊണ്ട് എപ്പോഴും ഇവിടെ വരും കേട്ടോ. ഭയങ്കര കമ്പനിയാണ്, അവർ പോയി വരും, വീഡിയോയിൽ എടുക്കാനൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. അപ്പൊ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ അവനെ ഇഫ്ലോത്തിന് വേണ്ടി മദ്രസക്ക് പോകുന്നുണ്ട്. അപ്പൊ മദ്രസക്ക് പോകുമ്പോൾ ഞാൻ രാവിലെ ഇവിടുന്ന് നായ്ക്കളൊക്കെ ഉണ്ടാവില്ല വഴിയിൽ, അപ്പൊ കൊണ്ടാക്കി കൊടുക്കാൻ പോയി. ഒന്നിരിക്കാൻ ഞാൻ അല്ലെങ്കിൽ അനിയന്റെ മോനൊക്കെ പോകും, കുഞ്ഞനൊക്കെ പോകും, അല്ലെങ്കിൽ കുട്ടിമോൻ പോകും കൊണ്ടാക്കല്. അപ്പൊ കുട്ടിമോനെ കൊണ്ടുപോകും. ഇന്ന് കുട്ടിമോനെ എണീപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഏതായാലും ഉണർന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടാക്കാൻ പോയി. സുബീൻസ്കരിച്ച് കിടന്ന് ഉണർന്ന് ഞാൻ. അപ്പൊ ഞാൻ കൊണ്ടാക്കാൻ പോയപ്പോ ഈ പറഞ്ഞ എന്റെ ഫ്രണ്ട് അവിടെ സൈക്കിളും കൊണ്ട് വന്നു, മദ്രസക്ക് സൈക്കിളും കൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ മദ്രസക്ക് സൈക്കിൾ വന്നപ്പോൾ അവിടെ ആ കുട്ടി വന്ന് സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഇവനെക്കാട്ട് സ്പീഡിലാണ്ട് മദ്രസിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനെ സ്കൂട്ടി കയറ്റി അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മോനും എന്താ ചെയ്യണ അറിയങ്ങളെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നോട് പറയണേ ഇപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയണം. പക്ഷെ ആ അസ്സലാമു അലൈക്കും പറയുമ്പോൾ ആ കണ്ണും മുഖം മനസ്സെല്ലാം ആ കൂട്ടുകാരന്റെ സൈക്കിൾമേലാണ്. അപ്പൊ എനിക്ക് ആ സൈക്കിൾ മുഖം നോക്കിയിട്ടാണ് ആ മദ്രസക്ക് ഇങ്ങനെ നടന്നു നീങ്ങണത്. എന്നപ്പാനോട് അസ്സലാമു അലൈക്കും പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദന, നെഞ്ഞത്തോടെ ഫീലായി. അത് നേരിട്ട് കണ്ടപ്പോൾ പറയാതിരിക്കാൻ കഴിയൂല. നമുക്ക് ഇനി നാളെ അങ്ങനെ ഒരു അവനക്ക് വാങ്ങിക്കൊടുക്കാൻ അതിനെ കഴിയോ നമുക്ക് അറിയില്ലല്ലോ. എങ്ങനെ മനുഷ്യന്റെ കാര്യല്ലേ, എന്താവും നമുക്ക് പറയാൻ കഴിയൂല. മഴക്കാർ വന്നിട്ടാ ഫുള്ള് ഇങ്ങനെ ക്ലൈമറ്റ് മാറി. ഫോണിലും അതാണ്. അപ്പോ നിങ്ങളോട് ഭയങ്കര ഒരു ഫീല് വന്ന് ആ രംഗം
ഒന്നും പറയാനില്ല. അത് വന്നതോട് കൂടിയിട്ട് ഞാൻ ആകെ ടെൻഷനായി. പിന്നെ ബാക്കി കാര്യം ഞാൻ ഇപ്പം പറഞ്ഞേട്ടാ. മാളിന് കൊരയാണ് ഏതാ കാണിക്കാനുള്ളത്? അതാ ഞങ്ങളെ നാട്ടിലെ മഴക്കാറിട്ടാ. മഴ പെയ്യാത്ത സ്ഥലങ്ങളുള്ളോലൊക്കെ അത് കണ്ടോളി. എന്താ രസലാമേദം കാണാന്. അപ്പോ ബാക്കി കാര്യത്തിൽ അതെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്ത് പിന്നെ കുറച്ച് ഇവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാളിനോട് പറഞ്ഞേ ഞാന് പിന്നെ ഇങ്ങനെ എന്താണ് അങ്ങാടിയില് ജസ്റ്റ് ബൈക്കിന് ഇതുപോലെ തന്നെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ടയറൊക്കെ മുട്ടായി, എപ്പോഴും പഞ്ചറും കാറ്റ് കമ്മിയും കറുത്ത് വന്നിട്ട് മേഘങ്ങളൊക്കെ ഏതാണ് ക്ലൈമറ്റ് വന്നത്. ഞാൻ കറുപ്പല്ല കേട്ടാ, കണ്ട എന്നെ കറുപ്പുമായി തോന്നി. അപ്പോ കറുപ്പും വെള്ളമായിരുന്നു മടി. അൽഹംദുലില്ലാ അസുഖങ്ങളൊന്നുമില്ല. ആയിക്കോട്ടെ. കറുപ്പിനുണ്ട് 7 ആയിക്കോട്ടെ. നല്ല വെള്ളം എന്നിട്ട് പണിയെടുത്ത് കരുവാളിച്ച കയ്യാണ്, പാവാണ് സത്യം പറയണ. അപ്പോ ഞാൻ എന്നിട്ട് നേരെ എന്ത് ചെയ്ത് നേരെ നമ്മളെ അങ്ങാടി വയസ്സമ്പടി വരെ അവിടെ പോയിട്ട് നേരെ എൻ്റെ ഫ്രണ്ട് സർഫൂനെ കണ്ട് എന്നിട്ട് കാര്യമൊക്കെ സംസാരിച്ച് അവിടെ നേരെ ഞാൻ ഈ നമ്മളെ സ്കൂട്ടി പഞ്ചർ അടച്ച് റെഡിയാക്കിയിട്ട് നേരെ എവിടെ വിട്ട് അറിയാം. ഞാൻ ഈ സൈക്കിൾ ഇതിൻ്റെ ഇടയിൽ പറയാൻ പറഞ്ഞു. നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ എംസാൻ്റെ കീഴിൽ യാർഡിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇവരോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ ആ സൈക്കിൾ എന്താ യാതടാ കൊണ്ടുപോയിക്കണാലോ. അപ്പോൾ പിന്നെ വേറെ ആൾ വന്നാണ് നല്ല പൈസ ഒക്കെ കൊണ്ടുപോയിക്കണം. എന്നോട് ചോദിച്ച് അത് തന്നെ ഞാൻ ഇങ്ങനെ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വാങ്ങി കൊടുന്നോളിച്ച് ടെൻഷൻ അടിച്ചിട്ടാ കിട്ടിക്കോട്ടാണ്. അപ്പോൾ ഓൻ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ അഥവാ എനിക്ക് ആ ഉദവീൻ്റെ കോഴ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ അധികം ആ സൈക്കിൾ ഉപയോഗിക്കില്ല. എനിക്കൊരു സൈക്കിൾ വാങ്ങി തന്നല്ല അത് പറിച്ചില് ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ സൈക്കിള് ഓട്ടോറിക്ഷയിൽ കയറ്റി ഒരു കൊട്ടവണ്ടിയിൽ കയറ്റി എന്നിട്ട് അവിടുന്ന് നേരെ എന്ത് ചെയ്ത് ആദ്യം പറഞ്ഞ സ്ഥലം ഞാൻ വാര്യത്തൊരു സ്ഥലം നന്നാക്കാൻ. അവിടെ നിന്ന് പറഞ്ഞ് 4 ദിവസത്തിന് കിട്ടൂല. പിന്നെ ഞങ്ങൾ കുറുകത്താണ് അങ്ങാടി പോയി. അവിടെ പോയപ്പോൾ പറഞ്ഞ് ഒരാഴ്ച കഴിയും. അങ്ങനെ കാര്യമായിട്ട് കേടുകളില്ല. പക്ഷെ അവർക്ക് ഇത്രയും വേറെ സൈക്കിളുകൾ വന്ന് കേടന്ന് കിടക്കുന്നുണ്ട്. എന്നിട്ടും വേറെ കടങ്ങാത്തോണ്ട് പോയപ്പോൾ അവിടെ ഒന്നും പറ്റൂല. അത് കഴിഞ്ഞിട്ട് നേരെ എവിടെ പോയി അല്ലെങ്കിൽ കുറുക്കോട് ഒരു സൈക്കിൾ ഷോപ്പ് പോയി. അപ്പോൾ ഈ കുറുക്കോട് സൈക്കിൾ ഷോപ്പ് ചെന്നപ്പോൾ അവർ പറയാണ് പിന്നെ ഇത് ഇവിടെ കുറേ സൈക്കിളുണ്ട്, പെട്ടെന്ന് തരാൻ കഴിയൂല. അപ്പോൾ എനിക്കാണ് ഈ കുട്ടിക്ക് ഇന്ന് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്തു കാര്യങ്ങളെ ആ സൈക്കിൾ ഷോപ്പിൻ്റെ ഉടമനോട് പറഞ്ഞേ എൻ്റെ മോനെ ഇങ്ങനെ ഒരു പ്രസൻറ്റ് കൊടുക്കാനാണ്, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ശരിയാക്കി തരണം. കാരണം അവൻ അത്ര ആഗ്രഹമാണെന്ന് എങ്ങനെ ചെയ്തു തരും. അപ്പോൾ ലൂറാൻ കൊടുക്കാനൊക്കെ ഞാൻ ലൂറൊക്കെ നിസ്കരിച്ച് വരുമ്പോൾ നിങ്ങൾ ശരിയാക്കി വെക്കും. അപ്പോൾ ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഓക്കെ അങ്ങനത്തെ ഒരു വിഷയമാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. ആളെ തുമ്മപ്പൊടി വലിച്ചിട്ടുണ്ട്. അപ്പൊ തുമ്മലല്ലേ അത് നട്ടുച്ച കുളിച്ചിട്ടാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന മുതലേ ഉള്ളൊരു എന്താ പറയുന്നത് എനിക്കെന്താ രാവിലെ കുളിച്ചാല് എനിക്ക് 12 മുന്നേ കുളിച്ചുകൂടാണ്. ശരിക്ക് നിങ്ങളൊക്കെ എങ്ങനെ സംഭവം? 12 സ്ത്രീകളായാൽ പണി കഴിഞ്ഞിട്ടേ കുളിച്ചുള്ളൂ. സ്ത്രീകള് നിങ്ങള് രാവിലെ കുളിച്ച് പോകണ്ടാവും. ശരിയാണ്, ഉണ്ടാവുന്നോ? നിങ്ങളെ ശീലം തന്നെ രാവിലെ പണിക്ക് പോകുമ്പോ കുളിച്ചുകാട് പോയി ശീലമുണ്ട്. നമുക്ക് നമ്മളെ പണിയും തിരുമ്പലും കുളിച്ച പണികളൊന്നും നീങ്ങൂലായിരിക്കും. നീങ്ങൂല. നമ്മൾ അടുക്കലും തുടക്കലും വെച്ചുണ്ടാക്കലും ആ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ചെറുപ്പം അതേ പറയാനുള്ളൂ. ആയിക്കോട്ടെ അപ്പൊ പറയരുത്. പിന്നെ ചീം ചീം നടക്കാൻ പാടില്ല. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും ഇങ്ങോട്ട് പറയാന് ആ സൈക്കിള് ആ ഷോപ്പ് ഒന്ന് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ആള് ഇതുവരെ അറിഞ്ഞിട്ടില്ല, ആള് ഉറങ്ങുകയാണ്. ഇതെല്ലാം സൈക്കിൾ സൂപ്പർ സൈക്കിൾ ആയിക്കണട്ടാ, അടിപൊളി സൈക്കിൾ. വന്നതിന് ശേഷം കുട്ടിമോ നല്ല കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു, നല്ല വിലപിടിപ്പുള്ള സൈക്കിളാണ്. ഡിസ്ക് ടൈപ്പ് ആണ്. എന്നോട് ആ സൈക്കിൾ ഷോപ്പ് റിപ്പയർ ചെയ്യണ അദ്ദേഹം ചോദിച്ചെന്നോട് ഇത് 500 രൂപ കിട്ടിയാ, ഇത് നല്ല വില ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടി. അപ്പൊ ഏതെങ്കിലും പൈസ ഉള്ള പൊട്ടന്മാർ എനിക്ക് 500 തന്ന്. അപ്പൊ ഏതെങ്കിലും പൈസ ഉള്ള വീട്ടുകാര് എന്തെങ്കിലും 100 രൂപ 200 രൂപ കൊടുത്തതാവും. കയറ്റി വിട്ടതാണ്. അതെ, പക്ഷെ ആ കയറ്റി വിടുന്ന ഒരുപാട് പാവങ്ങളെ സ്വപ്നാണ് അതിലെ. അതെ, തീർച്ചയായിട്ടും പോണേ. അപ്പൊ ഏതായാലും ഇന്നിപ്പോ ആ വീഡിയോ അവനക്ക് എങ്ങനെയെങ്കിലും ആയിട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ നല്ല ഉറക്കത്തിലാണ്. അസറ് സ്കീച്ചാനും വേണ്ടി വേണം വിളിക്കണം. അപ്പൊ വിളിക്കുമ്പോൾ അത് കാണിക്കും. അത് സർപ്രൈസ് ആയിട്ട് ആള് പെട്ടെന്ന് സ്തംഭിച്ചിട്ട് കാണണം. ആ ഉറക്കഭ്രാന്ത് പോയിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഓന്റെ മുഖം എന്നറിയാം. ചിലപ്പോ പ്രതീക്ഷിക്കണോണ്ട് ചിലപ്പം വലിയ പ്രതീക്ഷിക്കണില്ല. ഞാൻ പറഞ്ഞത് അത് പ്രതീക്ഷിക്കണ്ടാണ്. അപ്പോ പെട്ടെന്ന് ആള് മുമ്പ് കാണുമ്പോ എന്തായാലും നല്ലൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ആ രംഗം നമ്മളൊന്ന് കാണാം അല്ലേ? അപ്പൊ നിങ്ങള് വിളിച്ചു മാത്രം നിങ്ങൾ നോക്കി എങ്ങനെ ഉണ്ട് എന്നിട്ടാ
ഓക്കെ കടി ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്ക് നമ്മള്. മോനോ അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. സലാം അടക്കൂല. വാലേക്കും അസ്സലാം എന്നറിയേ. ഇവിടെ എന്തോ ഒരു വലിയൊരു മാറാൻ വന്നിട്ടില്ല. വാലേക്കും അസ്സലാം. എണീക്ക് എണീക്ക്, ഇനി നിസ്കരിക്കാനൊക്കെ സമയം. എണീക്ക്. അപ്പൊ മോനോ നീച്ചി വന്നിക്കണേ, മോനോ നീച്ചി വന്നിക്കണേ. മോൻ കഴിക്കളാം. അപ്പൊ ആ ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള ആള് ഉണന്നിക്കണേ, വിളിച്ചോണത്തിന് ഒതു കൊടുക്കാനൊക്കെ പറയണ്ട മാളു. ഓക്കെ, പെട്ടെന്നാക്ക് എന്താ മനസ്സിലാവില്ല അല്ലേ? മനസ്സിലാവില്ലോ? പെട്ടെന്ന് മനസ്സിലാവില്ല. മതി മതി. കാറ്റ് പാറിലുണ്ടേ അവിടെ ഇതൊക്കെ തടഞ്ഞേക്കും. എന്താണ് എവിടെയാ മൂത്രയ്ക്കണ്ട? ആ മൂത്രയ്ക്കണ്ടല്ലോ. അങ്ങണ്ടാ ആ തുറന്നോളി. മതിയാ എങ്ങനുണ്ട്? അല്ല എങ്ങനുണ്ട്? ഹാപ്പിയാ? സന്തോഷമാ? പുതിയതല്ലാന്നുള്ള കുഴപ്പമുണ്ടാ? ഇല്ലല്ലോ. ശരിക്കും പറയും സന്തോഷമായി എന്ന് പറയും. ഹാപ്പിയാണ്? ആ എങ്ങനെയുണ്ട്? എല്ലാം ഇപ്പൊ കുട്ടിയമ്മ എല്ലാം പാക്ക് ക്ലിയർ ആക്കി വെച്ചേട്ടാ, നല്ല അടിപൊളിയാക്കി വെച്ചാണ്. എല്ലാം ഇട്ടതാ. പിന്നെ നോക്കേ പൂട്ടിട്ടാ, പൂട്ടും ഞാൻ ചെയ്തോണ്ട് ഉമ്മ ഇങ്ങനെ വരുമ്പോ അത് അയച്ചാളി, അത് അയച്ചാളി. താമടേച്ചി താമടേച്ചി ഇവിടെ ഇതിന്റെ ഓണാണ്. നിങ്ങളുടെ മോനുവിന്റെ പൊതുപരീക്ഷ ജയിച്ചിട്ട് ഗിഫ്റ്റ് കൊടുത്താണ്. സ്കൂളിന്നല്ല, നമ്മള് കൊടുത്തേ. നമ്മള് കൊടുത്തേ. ഓതുമ്പാടെ ബാക്ക് കൊണ്ടുവച്ചില്ല, അമ്മനെ പറ്റിക്കാൻ കൊണ്ടൊക്കെ അറിയാതിരിക്കാന്. പക്ഷെ ശരിക്കും ചെറിയൊരു പാളിച്ച പറ്റി. ഇതിനെക്കാട്ടി ഒന്നും കൂടി ഇപ്പം ഞെട്ടോയിന്ന്. അപ്പൊ കൂടുതൽ ഞെട്ടാന്ന് വെച്ചാൽ മാളു ജസ്റ്റ് അവനോട് പറഞ്ഞു എനിക്കൊരു ഇതുണ്ട്, ഒരു പ്രസന്റ്, ചെറിയൊരു പ്രസന്റ് ഞങ്ങൾ തരുന്നുണ്ട് എന്ന് ഇവള് പറഞ്ഞ്. ശരിക്ക് ഇവളെയും കൂടി സർപ്രൈസ് ആക്കണ്ടേന്ന്. എന്നാ ആരും അറിയില്ലേന്ന്. ഇല്ല നിങ്ങളെ അഭിപ്രായം പറയുകളെ. അപ്പൊ നമ്മുടെ മോനുവിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരു സൈക്കിൾ എന്നുള്ളൊരു സ്വപ്നം. ഇന്നിപ്പോ രാവിലെ എന്റെ കൂട്ടുകാരൻ, ഞാൻ പറഞ്ഞില്ല മദ്രസിൽ കൊണ്ട് വിടുമ്പോൾ ആ കൂട്ടുകാരൻ വന്നതൊക്കെ ശരിക്കും നഞ്ഞത് കൊണ്ടുപോയി. അപ്പൊ ഇന്ന് തന്നെ ഇവനെ ചവിട്ടിക്കണം നിർബന്ധമായത്. അമ്മ പോലും അറിയില്ല, അമ്മ ഇവിടെ ഓതുന്നുണ്ട്, ഞാൻ വല്ല ബാക്ക് കൊടുത്തത് അമ്മ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും ശരിക്കും അന്താളിച്ചിക്കണേ. അൽഹംദുലില്ലാ ഓൻ സന്തോഷമാണ്. അപ്പൊ സൈക്കിൾ ചവിട്ടാൻ പോകണം, ഓന്റെ സൈക്കിള് ആദ്യമായിട്ട് അല്ലേ? ഓക്കെ. അപ്പം മോനൂസും ഇല്ലില്ല, ആ ഓനക്കും ശരിയാക്കി കൊടുക്കേണ്ട സൈക്കിള്. അടുത്ത എന്റേതാണ് കേട്ടാ, അടുത്തത് എന്റാണ്. എനിക്ക് വേണം സൈക്കിള്. ഇവർ രണ്ടുപേരും സ്കൂൾ വിട്ട് വരുന്നതാണ്. രണ്ട് കുട്ടാപ്പോൾ തമ്മിൽ സ്കൂളിട്ട് വന്നാണ് പെട്ടാ. മോൻ പറഞ്ഞാ ഉണ്ടെന്ന് പറഞ്ഞാ. അപ്പൊ മോനോട് ആരെയാ പറഞ്ഞേ? അത് പിന്നെ പാളിന്നല്ലേ, രണ്ടാമത് ശരിയായതാണ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിങ്ങനെ ഒന്നും ആയിട്ടില്ല എന്നല്ലേ. അപ്പൊ എല്ലാം ചവിട്ട നോക്കട്ടെ, എനിക്ക് അറിയാൻ നോക്കട്ടെ. മോനു സ്റ്റാർട്ട് വരട്ടെ.
അയ്യോ മാഷാ അല്ലാ. അപ്പൊ ഇന്ന് ആ ആഗ്രഹം സഫലമായി ഇൻഷാ അല്ലാ. അടിപൊളി വണ്ടിയല്ലേ സംഭവം, ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ താങ്ക്സ് പറഞ്ഞോ. ശരിക്കും പ്രതീക്ഷിക്കുന്ന ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒന്നും കൊണ്ടുവരാത്തോണ്ട്, അല്ലെങ്കിൽ ഞാനും ഉമ്മയും കൊണ്ടുവരാത്തോണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന അവരിങ്ങനെ പറയാവും കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കുന്ന ഇല്ല. ഞാൻ തരുന്നപ്പോ എന്താ വിചാരിച്ചിരുന്നത്? സൈക്കിൾ പ്രതീക്ഷിച്ചില്ല. വാച്ച് അങ്ങനെയൊക്കെ തിന്നാൻ പറഞ്ഞില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പോയിട്ടില്ല. ഞാൻ ഒരു കുഞ്ഞാട്ടാ, ഇമ്മാനത്തെ പൈസ ഇല്ലേന്നിട്ടാ. അപ്പൊ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ, ചെറിയൊരു സമ്മാനാട്ടാ. ഞാൻ അതോടെ ഇപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പണം കൊണ്ട് ഇപ്പൊ കൊണ്ടുവച്ച് ചെയ്യുന്നിട്ടാ അത് പറഞ്ഞാണ്. അല്ലാതെ ഞാന് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ വിചാരിച്ചിരുന്നത്? എന്താ വിചാരിച്ചിരുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എന്തേലും തിന്നതിലിരുന്ന് അതേ കാരണം. പിന്നെ നമ്മളെ പൊന്നൂസിന് ഒരു സൈക്കിൾ ഇവിടെ ഉണ്ട്. പക്ഷേ അത് ചെറിയ റിപ്പയറിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് കേടെന്ന് കിടക്കുകയാണ്. ആ സൈക്കിൾ ഇപ്പം നന്നാക്കി എടുക്കണം പൊന്നൂസിന് വേണ്ടി. ഇൻഷാ അല്ലാ നാളെ അല്ലെങ്കിൽ മറ്റന്നാളല്ലേ. നന്നാക്കിയില്ലെങ്കിൽ എന്തായാലും ഇപ്പം ഇവിടെ ഒരു ബദർ യുദ്ധം നടത്തുവോ? കാത്തോളി. അപ്പൊ ആ സൈക്കിൾ ഞാൻ കാണിച്ചു. ഈ സൈക്കിളാണ് മക്കളെ. ഇതിന് ടയറൊക്കെ കൂടി അയച്ച് ഇതൊന്നും ടയറൊന്നും ഇല്ല. ഇത് നമുക്ക് ബിയിൽ കേടുന്നുണ്ട്. ഇതിന് നാളെ മറ്റന്നാളെ ഇൻഷാ അല്ലാ നന്നാക്കിയാണ്ട് മറ്റാക്കും കൊടുത്താലാണ് ഇവിടെ ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ലഹള നടക്കും. ഇൻഷാ അല്ലാ കുറേ ദിവസം വിചാരിക്കണ ഇതുവരെ ആയിരുന്നില്ല. അപ്പോൾ ഏതായാലും നാളെ നോക്കാൻ പറ്റുമോ നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോ പുതിയ വാഹനത്തിന്റെ ചാവി കൈമാറ്റം ഇവിടെ നടക്കുകയാണ്. ഉമ്മയും മകനും തമ്മിലാണ് കൈമാറ്റം നടക്കുന്നത്. ബിസ്മില്ല. അപ്പൊ ചാവി കൈമാറ്റം നടന്നിട്ടുണ്ട് മാഷാ അല്ലാ. ഇനി ഇതിലും വലിയ വാഹനങ്ങൾ ഇദ്ദേഹത്തിന് ചാവി വാങ്ങാനുള്ള സൗഭാഗ്യം തരട്ടെ. ആമീൻ. അനക്ക് നാളെ അത് കുഴപ്പമില്ല. ഓക്കെ ഓൻ കാര്യം നന്നാക്കാനാണ് അവിടെ ഉള്ളത്. ഓക്കെ ലോട്ടി മോനെ. അപ്പോ മോന് നല്ല ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ മോനു? അപ്പൊ പറഞ്ഞ പോലെ തന്നെ പൊന്നു അപ്പുറത്തുണ്ട്. നല്ല മഴ, അടിപൊളി മഴ പെയ്തോണ്ടിരിക്കണ്. ഇനിയിപ്പോ അടുക്കളയിൽ കയറാനൊക്കെ ആയില്ല മോളോ? വൈകിന്ന് പറയാ. അപ്പൊ അതില് അടുക്കളയ്ക്ക് നോമ്പറക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അത് എന്നെ മാത്രം ഉദ്ദേശമാണ്. അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഞാൻ സഹായിക്കാം. ഞാൻ എന്റെ കൂടെ ഇതൊരു ടെൻഷൻ ആവണ്ട. ഞാൻ ക്യാമറ ഇപ്പൊ നോക്കി പറയില്ല. ക്യാമറ ഓഫ് ചെയ്താലും ഞാൻ സഹായിക്കും. അപ്പോ ഉണ്ടാവില്ല. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. എന്താ വെച്ചാൽ അടുക്കളയിൽ പോകണം, നേരം പോയിട്ടുണ്ട്. എന്റെ മോനുന്റെ ഏതായാലും കുറെ കാലത്തെ സ്വപ്നം ആഗ്രഹം പൂവണിഞ്ഞു. ഇനി കുട്ടിമോന്റെ ആഗ്രഹമൊക്കെ പോവാണെങ്കിൽ ഇൻഷാ അല്ലാ. ഓനക്ക് എന്താണ് വേറെ പേര് പറഞ്ഞേ? ടൂക്ക് അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ എന്തോ ഒരു സാധനം തോന്നുന്നുണ്ട്. ടൂക്കാണ്. അപ്പോ ആഗ്രഹം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് രക്ഷപ്പെടണം. അതെ, ഞങ്ങളുടെ ജീവിതം ഇപ്പത്തെ പ്രായമുള്ള ഒരു കുട്ടി നടക്കണ ഓന്റെ പ്രായക്കാര് കുട്ടികൾ നടക്കണമായാലും ഓൻ നടക്കല്. അതിനനുസരിച്ചുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഓൻ അങ്ങനെ അത് വേണം ഇത് വേണം ആഗ്രഹങ്ങൾ ഉണ്ടാവും മനസ്സിൽ. പക്ഷെ അതൊന്നും നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി പുറത്ത് പ്രകടിപ്പിക്കാതെ നല്ലൊരു കുട്ടിയാണ്. മനസ്സിലാവും അവസ്ഥ. ഏതായാലും പഠിത്തം വലിയാനല്ലേ, എല്ലാം ശരിയാവും. നിങ്ങളെല്ലാം പ്രാർത്ഥന വേണം. നിങ്ങളെ കൂടെ ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും. നോക്കുന്നുണ്ട്. അപ്പോ നല്ല അടിപൊളി മഴ, ചൂടൊക്കെ പോയി നോമ്പ് നല്ല ശാന്തമായിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൊണ്ട്. അപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാൻ പറ്റൂല. പണ്ടൊക്കെ ഒരാൾക്കാർ പറഞ്ഞ മാതിരി ആ സ്വപ്നം പോവാണിട്ടുണ്ട്. കുറെ വീഡിയോയിൽ പറയുന്നുണ്ട് നാളെ തിരക്കഞ്ഞി ഉണ്ടാക്കും, നാളെയാണ്. ഇന്ന് ആ വാശിയായിട്ട് തീർത്ത് ഉണ്ടാക്കിയിട്ടാ. സംഭവം ആ നേരം വെച്ച് ഞാൻ മറക്കും. അതെ അതുകൊണ്ടാണ്. ആ സർട്ടിട്ടാ കഴിഞ്ഞ ഓമനൊക്കെ ഇടക്കിടക്ക് ഉണ്ടാക്കിയിട്ട് കുടുങ്ങിയത് മക്കളൊക്കെ മടുത്ത് അറിയുന്നു. ഇത് 5 കിലോ തരിക്കഞ്ഞി പൊട്ടനെ തരിക്കഞ്ഞി എന്താണ് തരിക്കഞ്ഞി ഭ്രാന്തൻ. അതെ. അപ്പോ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഞാൻ ആ പഴമയുടെ ആ ആഗ്രഹം ഇന്നുണ്ട്. നമ്മുടെ പഴയ നോമ്പിനൊക്കെ തരിക്കഞ്ഞി ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ട് എൻ്റെ അമ്മ പണിക്ക് പോയിട്ട് നോമ്പറക്കൽ പണിക്ക് പോയിട്ടൊക്കെ തരിക്കഞ്ഞി ബാക്കിയുള്ളത് കൊടുന്ന് കുടിച്ചിൻ്റെ ഓർമ്മകളൊക്കെ ഇന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല.
അപ്പൊ ആ ഓർമ്മകൾ ഇന്ന് വീണ്ടും ഇൻഷാ അല്ലാഹ് കുടിക്കാൻ പോകുന്നത് തിരിക്കഞ്ഞി കേട്ടാ. അപ്പൊ ഞങ്ങളെല്ലാം നോമ്പ് തുറന്ന് കുട്ടിമോനെ അവിടെ ഓഫാക്കിയ ചായ മോനോട് ഇരിക്ക്. കുട്ടിമോൻ ചായ ആയിട്ടില്ല, അപ്പൊ തിളച്ചിട്ട് ഓഫാക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്നത്തെ നോമ്പുത്തറ ഇതാണ്. ഇന്നലെ സ്പെഷ്യൽ ഡേ ആണ്. മോനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഏതായാലും ഇല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിന്റെ പേരാ. അപ്പൊ തരിക്കഞ്ഞി ഇതാ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് മാൾ ഉണ്ടാക്കിയിട്ടുള്ള പാലിലൊന്നല്ല തോന്നുന്നത്, നല്ല തേങ്ങാപ്പാലില്ലേ? പാലല്ല, തേങ്ങാപ്പാൽ. നമ്മള് പാലുണ്ടാക്കലില്ല, നമ്മുടെ നാടൻ സ്റ്റൈലില് തേങ്ങാപ്പാലില് അതേമാതിരി ചെറിയുള്ളിലേക്ക് തൂമിച്ച് അടിപൊളിയായിട്ടുണ്ട്. അപ്പോ ഞാൻ എപ്പോ പുതിയ പല പല മോഡലുണ്ട്. ഞാൻ എപ്പോഴും എന്തുണ്ടാവും ആ പഴയ മോഡൽ ഉണ്ടാക്കുള്ളൂ. ഇത് കുടിച്ചാൽ തന്നെ നമ്മൾ ഭയങ്കര റാഹത്താവും. ഒരുപാട് ചില ആളുകൾക്ക് അറിയാമായിരിക്കും, നമ്മളെ കോട്ടക്കൽ ചന്തക്ക് അതുപോലെ തിരൂർ ബസ് സ്റ്റാൻഡിലൊക്കെ ഇത് തരിക്കഞ്ഞ് 2 രൂപയ്ക്ക് വിറ്റിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു വല്യപ്പ മൂടിയൊക്കെ വെച്ചിട്ട് നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തിനോട് റെഡി ആയിരിക്കും. വല്യപ്പ എന്നാ വല്യപ്പ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും ആ ഓർമ്മകളൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പൊ അത് അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം, എനിക്കൊക്കെ അറിയാന്ന് വെച്ചിട്ടാ. കാരണം അങ്ങനെ തരിക്കഞ്ഞ് നമ്മളെ കോട്ടക ബസ് സ്റ്റാൻഡിൽ നിന്ന് അതുപോലെ തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുടിച്ചിട്ടുള്ളവര് ഇപ്പൊ അങ്ങനെ കാണാറില്ല. അപ്പൊ അത് അങ്ങനെ റായത്തെ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നുള്ള പത്തിരി, അതുപോലെ തേങ്ങ ഒന്നും അരക്കാത്ത നാടൻ ചിക്കൻ കറി, മുളകരച്ചക്കറി, പത്തിരി, ഇങ്ങക്കൊക്കെ നല്ല ഉണ്ടാവും. നമുക്ക് വെക്കുമ്പോ തന്നെ എരുണ്ട്. എനിക്ക് പൊതുവേ കുറച്ച് എരിവ് കൂടുതലാണ്. കുട്ടിമാരിക്ക് സൂപ്പറാണ് തരിക്കഞ്ഞി തന്നെ പക്ക. ഞാൻ പറഞ്ഞില്ല, ആ പഴയ ഓർമ്മകള്, പണ്ടത്തെ കാലത്തെ ഓർമ്മകളുടെ വന്നുപോയി. ഇന്നലെ അണ്ടി മുതലൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. അല്ലാത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നാളെ പുതിയ വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.